നമുക്ക് ടെറസിലിരിക്കാം, നല്ല കാറ്റ് കിട്ടും. രോഹിണി വരൂ. ഇവന്റെ കഥകൾ കേട്ടിട്ട് കുറെ നാളായി. ഞങ്ങള് ഒരാഴ്ച മസൂരിയിലുണ്ടായിരുന്നു. അക്കാലത്ത് ചിരിച്ചിട്ടുള്ളവനെ ആയുസ് ചിരിച്ചിട്ടില്ല. താൻ്റെ കഥ പറയട്ടെ. തമ്പുരാൻ പറയുന്നത് കേട്ടാത്തൊന്നും ഞാനൊരു വിദൂഷനാണ്. പറയുന്നതിന്റെ അതിശയോക്തി മാത്രം തട്ടിക്കഴിക്കണം കേട്ടോ. താനാ തമിഴ് പ്രസംഗമെന്ന് പറ. രോഹിണി, ഇവൻ പണ്ട് പ്രാസം വെച്ച് തമിഴൊരു പ്രസംഗം കൊണ്ട് കാച്ചി. കേട്ടിരുന്നവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. ഇവനാണേല് ഒരക്ഷരം തമിഴ് അറിയില്ല. പ്രാസത്തിലൊന്നും ഇപ്പൊ അത്ര വലിയ കമ്പമില്ല രാജ. പിന്നെ നമ്മുടെ പ്രൊജക്ട് എഞ്ചിനീയർ ഉണ്ടല്ലോ അഗർവാൾ, അയക്ക് പറ്റിയ പോലെ പറ്റായിരുന്നാ മതി. എന്താ പറയണോ? ആർച്ച് ബിഷപ്പോ കർദിനാളോ ആരോ വന്നപ്പോ മിസസ് പരേര ഡിന്നർ കൊടുത്തു. ഈ മിസസ് പരേര എന്ത് പറഞ്ഞാലും കവിതയിലേ പറയൂ. തരം കിട്ടിയ ആളെ ചണ്ടാക്കും. എങ്ങനെ? റൈമിംഗ് കൊണ്ട്. വൈൻ സർവ് ചെയ്തപ്പോ ചോദിച്ചു, ഓ ഡിവൈൻ ക്യാൻ ഐ സർവ് യു സം വൈൻ? അഗർവാൾ അത് നോട്ട് ചെയ്തു. ക്രീം കൊടുക്കുമ്പോ, ഓ സുപ്രീം ക്യാൻ ഐ സർവ് യു സം ക്രീം? അഗർവാൾ അത് നോട്ട് ചെയ്ത് ഒരു ചാൻസിന് വേണ്ടി കാത്തിരുന്നു. കസ്റ്റാർഡ് വന്നപ്പോ പുള്ളിക്ക് ചാൻസ് കിട്ടി. നേരെ അലക്കി, ബാസ്റ്റഡ് ഹാവ് സം കസ്റ്റാർഡ്. രോഹിണിക്ക് മ്യൂസിക്, ലിറ്ററേച്ചർ, പോയട്രി ഇതിലൊക്കെയാണ് ഇൻട്രസ്റ്റ്. രോഹിണി ഭാഗ്യനാഥൻ പഠിക്കുന്ന കാലത്ത് അഭിനയം, പാട്ട്, മാജിക്, മിമിക്രി ഇതിലൊക്കെ ടോപ്പായിരുന്നു. പഠിക്കുന്ന കാലത്തെ പറ്റി പറയുമ്പോ എല്ലാവരും സർവകലാവല്ലഭന്മാരാ. അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. നോ ഓണസ്റ്റ്ലി ഹി വാസ് വെരി ഗുഡ്. കമ്പങ്ങൾ കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ പറയും ബസ് കണ്ടക്ടർ ആനാ മോഹം, അല്ലെങ്കിൽ വെളിച്ചപ്പാടാൻ. കുറെ കൂടെ പ്രായമാകുമ്പോ ഗ്ലാമറുള്ള മറ്റേതെങ്കിലും തൊഴിലുകൾ സ്വപ്നം കാണും. നടൻ, ഗായകൻ. മിസ്റ്റർ രാജ, എന്റെ തീര് കേൾക്കണോ? ജീവിതത്തിൽ ആശിച്ചു പോയ ഏറ്റവും നല്ലതൊന്നും ഒരാൾക്കും കിട്ടത്തില്ല. അതിനടുത്ത നല്ലത്, ഐ മീൻ ദ നെക്സ്റ്റ് ബെസ്റ്റ് തിങ് കൊണ്ട് തൃപ്തിപ്പെടുക. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വിജയം. ഓൾവേസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് തിങ്. എല്ലാവർക്കും മിക്കവാറും. സംശയമുണ്ടോ? അറിഞ്ഞൂടാ. താനൊന്ന് പാടുമോ? തൊണ്ടയൊന്നും വയ്യ മിസ്റ്റർ രാജ. അത് തന്നെ ഇപ്പൊ പണ്ടത്തെ പോലൊന്നും പാടാനും വയ്യുന്നു. സ്വല്പ പാട്ടറിയാവുന്ന ഏത് ശുംഭനും പറയുന്നതാണ് തൊണ്ട ശരിയല്ല, ജലദോഷമ, ശ്രുതി ശരിയല്ല. താനൊന്ന് പാടണോ? ശരി, ഒന്ന് ശ്രമിച്ചു നോക്കാം. കല്യാണി അമൃത തരംഗിണി, കല്യാണി അമൃത തരംഗിണി, കാമരൂപിണി മധുവാണി മോഹന കല്യാണി അമൃത തരംഗിണി. സന്ധ്യാരാഗം ജീവനിലരുളും സാഫല്യ കിരണമേ നീയുണരൂ. സന്ധ്യാരാഗം ജീവനിലരുളും സാഫല്യ കിരണമേ നീയുണരൂ. നിൻ മൃദുലാളനം മൃദുലാളനം ഏറ്റുവിടർന്നു നിരുപമ കുസുമങ്ങൾ, നിരുപമ കുസുമങ്ങൾ. കല്യാണി അമൃത തരംഗിണി.
മായാഹംസം ഇണയെ തേടും മാനസ സരസിൽ നീയണയൂ മായാഹംസം ഇണയെ തേടും മാനസ സരസിൽ നീയണയൂ സ്വരരാഗധാരയിൽ നീന്തി വരുന്നു സ്വപ്നമനോഹരികൾ സ്വരരാഗധാരയിൽ നീന്തി വരുന്നു സ്വപ്നമനോഹരികൾ സ്വപ്നമനോഹരികൾ കല്യാണി അമൃതതരംഗിണി കാമരൂപിണി മധുവാണി മോഹന കല്യാണി അമൃതതരംഗിണി ഭേഷ് കുറച്ചു നേരമായി വിളമ്പി വെച്ചിട്ട്. I'm sorry. It's a pleasure. കുറച്ചുകൂടി. മോളുറങ്ങിയോ? അവൾ നേരത്തെ ഉറങ്ങും. ഓ ഐ എം സോറി. രാത്രി എന്തായാലും എത്ര കോഴ്സുള്ള ഡിന്നർ കഴിച്ചാലും അല്പം തൈരും ചോറും കഴിക്കുന്ന സുഖം വരില്ല, അല്ലേ രോഹിണി? ശങ്കര, വണ്ടി കൊണ്ടുപോവാ. വേണ്ട തമ്പുരാൻ, ഞാൻ ഒരു ടാക്സി പിടിച്ചു പോക്കോളാം. ഡ്രൈവർ ഉറങ്ങിയിട്ടില്ല. ഒരു രാത്രിയിലൊരു ഡ്രൈവർ ഒഴിവുണ്ടെങ്കിൽ ഒരു രസമാണ്. വേറെ രോഹിണി. എടോ ഭാഗ്യം, come on, get here. Good night, Thambiran. Good night. Thank you very much, Mrs. Raja. You're welcome. See you again.
ഹലോ, അദ്ദേഹം എഴുന്നേറ്റിട്ടില്ല. അറിയാം, എനിക്ക് ഫ്ലൈറ്റ് മിസ് ചെയ്യും. ഞാൻ ഒരു സുന്ദര സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതേ. വിമാനങ്ങൾ ഇനിയും പറക്കും, പക്ഷേ ഒരു നല്ല സ്വപ്നം ഒരിക്കലും തിരിച്ചു വരില്ല. കേൾക്കുന്നുണ്ടോ? ഇനിയും കാണാം. മോളെ എണീറ്റോ? മോള് വേഗം പല്ലേക്ക്. നാണിമേ, മോളെ വേഗം പല്ലേപ്പിച്ച് കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് നല്ല ഉടുപ്പിടാം. ഓ, വല്ലാതെ കിടന്ന് ഉറങ്ങിപ്പോയി. ആരുടെ കോളായിരുന്നു? ഇന്നലെ വന്ന മിസ്റ്റർ ഭാഗ്യനാഥന്റെ. അവൻ പോയില്ലേ? ഫ്ലൈറ്റ് മിസ് ചെയ്ത് കാണും. കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഞാൻ അറ്റൻഡ് ചെയ്യാം. Yes, Dr. Raja. Yes, speaking. What? But I told you I won't be free. I see. Of course. I'll be there. നാശം. ബോംബെ കോൺഫറൻസിൽ ഞാൻ തന്നെ പോകുന്നു. ശങ്കറിനോട് എന്റെ പെട്ടിയിൽ 2 ദിവസത്തേക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തിക്കാൻ പറയും. സൂട്ട് വേണ്ട, ഭയങ്കര ബോറായി. തോമസ്, ഡോക്ടർ രാജ ഹിയർ. ബോംബെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ വരും. ഫിനാൻസ് മിനിസ്ട്രിയുടെ കമൻസുള്ള ഫയലും എടുത്തോളൂ. അല്ല, 2 ഫയലും വേണം. ആദ്യത്തെ നമ്മുടെ ക്ലാരിഫിക്കേഷനുള്ള ഫയലും വേണ്ട, എയർപോർട്ടിൽ വന്നാൽ മതി. ഓക്കെ? കോളേജിൽ പോകുന്ന സമയമായില്ലേ? പോയിട്ട് വണ്ടി അയച്ചാൽ മതി. എന്നാ മടങ്ങുക? മറ്റന്നാൾ ഈവനിങ് ഫ്ലൈറ്റിന്. രോഹിണി നടന്നുള്ളൂ, ഞാൻ ബോംബെക്കൊന്ന് വിളിക്കട്ടെ. മാരണം. You better prepare 2 or 3 essays. Take down. 1. The part played by destiny in Anna Karina's tragedy. The part played by destiny in Anna Karina's tragedy. 2. The autobiographical elements in the character of Alexis Karnin. The autobiographical elements in the character of Alexis Karnin. 3. The changing moral values of 19th century upper class Russian society according to Leo Tolstoy. Upper class Russian society according to Leo Tolstoy. Madam, ഒരു സംശയം. Yes, come on. കിറ്റിയുടെയും ലെവിന്റെയും ഒരു പാരലൽ ലവ് സ്റ്റോറി ഉണ്ടല്ലോ നോവലിൽ. അതിന്റെ ആവശ്യം തോന്നിയില്ല. The novel is about Anna's tragedy. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ലളിതേ, 4 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ്. പരീക്ഷയ്ക്ക് വരാവുന്ന നല്ല പഠിച്ചോളൂ. ആ ലെവിൻ ഷൂട്ടിങ്ങിന് പോകുന്ന ഭാഗവും അയാളുടെ ഫിലോസഫി ഒക്കെ ബോറാണ്. പക്ഷെ ആ 2 ക്യാരക്ടേഴ്സ് നല്ല രസമുണ്ട്. ഒരു കോൺട്രാസ്റ്റ് ആവും നോവലിസ്റ്റ് ഉദ്ദേശിച്ചല്ലേ. പരിശുദ്ധ പ്രേമത്തിന് ഉദാഹരണം കാണിക്കാനാവല്ലേ മാഡം? അന്ന കരീനെ പറ്റി എഴുതുമ്പോൾ ഞാൻ പറയാൻ പോകുന്നുണ്ട്, പ്രേമം എന്നൊന്നില്ല. There is no such thing called love. There is only sex. ചന്ദ്രയ്ക്ക് എന്തിലും വിപ്ലവമാണ് മാഡം. ഞാൻ കുറെ പേരെ വധിക്കാൻ പോകുന്നുണ്ട് ആൻസർ പേപ്പറിൽ. മാർക്കിടാൻ ഔട്ട്സൈഡ് എക്സാമിനേഴ്സ് ആവും, ഓർത്തോ. ഹലോ,
ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അദ്ദേഹം പോയിരിക്കുകയാണ്. ഇവിടില്ലേ? ഇല്ലല്ലോ. ഓഹോ, ബോംബെക്ക് പോയതാ. നമസ്തേ. ഞാൻ ഈ വഴി വന്നപ്പോ തമ്പുരാനെ കണ്ട് വിവരം പറയാമെന്ന് കരുതി. ഫോൺ ചെയ്തതിന് ശേഷം നേരിട്ട് വരാമെന്ന് തോന്നി. ഇവിടെ ക്യാമ്പ് ചെയ്ത് സർവേ നടത്തിയാൽ മതി എന്ന് കേന്ദ്രം സമ്മതിച്ചു. 6 മാസം എന്ന് അവർ പറഞ്ഞാൽ ഞാനത് ഒരു കൊല്ലമാക്കും. പ്രയാസപ്പെട്ട് ചിരിക്കരുത്. എനിക്കറിയാം നാം ഇപ്പോ സ്റ്റേജ് നിൽക്കുന്ന പോലെ. ഞാനിന്ന് സ്ഥലം മാറി. വീടൊന്ന് വിളിക്കാൻ വയ്യ. വീടിന് ഫർണിച്ചറും പാത്രങ്ങളും മുറികളും മാത്രം പോരല്ലോ. പിന്നെ നാളെ ഡോക്ടർ മത്തായിയും ഫിനാൻസ് സെക്രട്ടറിയും ക്ഷണിച്ചിട്ടുണ്ട് വിത്ത് ഫാമിലി. ഇന്ന് ചാർജ് എടുത്ത എന്റെ നാളന്റെ വൈഭവവും കാണാം. നാളെ എന്റെ വീട്ടിൽ ഡിന്നർ. വരണം. അദ്ദേഹം ഇല്ലല്ലോ. ഈവനിങ് ഫ്ലൈറ്റിന് വരില്ലേ? ഓഫീസിൽ നിന്ന് പറഞ്ഞു. അദ്ദേഹം വരും. മിസ്സസ് രാജ്യം വരണം. എന്റെ ഒഴിഞ്ഞ വീട്ടിലും അല്പം മാധുര്യവും പ്രകാശവും ഉണ്ടാകും. കുറച്ചു മണിക്കൂറാണെങ്കിലും. ഞാൻ പോയിട്ട് വരാം. തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നെങ്കിൽ പാതിരാ വരെ ഇവിടെ ഇരിക്കായിരുന്നു. ഞാൻ വരാം. ഹാവ് എ ഡ്രിങ്ക്. പിന്നെ ഞാൻ അരമണിക്കൂറിൽ വരാം. ഉടനെ വരുമല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, പോകാം. തൃശ്ശൂരിലാണ് നല്ലത്. അവിടുത്തെ പണിക്കാരാ നല്ലത്. കൂലി അല്പം ജാസ്തി ആവുന്നേ ഉള്ളൂ. ഞാൻ ഗോപാലപിള്ളയുടെ കടയിൽ നിന്നാ വാങ്ങാറ്. അയ്യോ, അവിടുത്തെ സ്വർണ്ണം മോശം അത്ര എല്ലാരും പറയുന്നല്ലോ. എന്തോ ഹസ്ബൻഡിന് വലിയ ഫ്രണ്ടാ. എപ്പോഴും വീട്ടിൽ വരും. ഞാൻ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു, കേൾക്കണ്ടേ? എന്നിട്ട് ഇപ്പോ ഡൽഹിയിൽ നിന്ന് എൻക്വയറി വന്നപ്പോഴാ സെക്രട്ടേറിയറ്റിലുള്ള ഓരോരുത്തരുടെ കണ്ണു തള്ളിപ്പോയത്. എനിക്കിനി ഒരു ഡെപ്യൂട്ടേഷൻ വേണ്ട. മിസ്സസ് രാജ, ഒരു ഫോൺ കോൾ. എക്സ്ക്യൂസ് മീ. ആരുമില്ല. വിളിച്ചു തന്നെയാ. അത് കഴിഞ്ഞു. ആരെ നീ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയാ. ആ ബോർ എനിക്കിഷ്ടമല്ല. ഒരു നാട്ടു നടപ്പിന് വേണ്ടി കുറച്ചു നേരം ക്ഷമിക്കണം. എനിക്ക് വേണ്ടി. സോറി. ഡോക്ടർ രാജ വിളിച്ചത് നന്നായി. അദ്ദേഹത്തെ കാത്തിരുന്നെങ്കിൽ നമ്മൾ ലേറ്റ് ആയിരുന്നു. മിസ്സസ് രാജ വളരെ സൈലന്റ് ആണല്ലോ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വേറെ ആർക്കും ചാൻസ് കൊടുക്കില്ലല്ലോ. മിസ്സസ് രാജ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. ഞങ്ങൾക്ക് എളുപ്പം. വെരി കൈൻഡ് ഓഫ് യു. തമ്പുരാൻ ഉടനെ വരാമെന്ന് പറഞ്ഞു. മക്കൾ തനിച്ച പണിക്കാരും കൂടി ഇല്ലേ വീട്ടിൽ? ഡോണ്ട് വറി. തമ്പുരാനെ വെയിറ്റ് ചെയ്യണമെന്നില്ല.
എനിക്കൊരു ഹാബിറ്റ് ആയിരിക്കും, ഊണ് കഴിച്ച് ഉടനെ കിടന്നില്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വരട്ടെ. ഗുഡ് നൈറ്റ്. ഡോക്ടർ രാജു തന്നെയാണ് വിളിച്ചത്, പക്ഷേ അദ്ദേഹം വരുന്നില്ല. ഡോണ്ട് വറി, സുഖകരമായ ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, തിരിച്ച് വീട്ടിൽ കൊണ്ടെത്തിക്കാൻ. പോകാം. കുട്ടാ, ഞാൻ പുറത്തു പോയിട്ട് വരാം. വരൂ.